മലപ്പുറത്തെ കാളികാവ് അടയ്ക്കാക്കുണ്ടിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയെ പിടികൂടാനുള്ള ദൗത്യം അനൂപ് ആരംഭിച്ചു. ഡോക്ടർ അരുൺ സക്കറുടെ നേതൃത്വത്തിലുള്ള 50 RRT സംഘമാണ് ഈ ദൗത്യത്തിനായി എത്തിയിട്ടുള്ളത്. പ്രദേശത്ത് 20 ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കുങ്കിയാനകളായ കുഞ്ചുവും സുരേന്ദ്രനും കടുവയുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിൽ പ്രത്യേക പരിശീലനം ഉള്ളവരാണ് എന്ന് അരുൺ സക്കറിയ പറഞ്ഞു. എല്ലാ ശ്രമവും പരാജയപ്പെട്ടാൽ മാത്രം വെടിവെച്ചു കൊല്ലുക എന്നതാണ് വനമന്ത്രി AK ശശീന്ദ്രൻ നേരത്തെ പ്രതികരിച്ചത്. നമുക്ക് ഇംതിയാസ് കരീമിലേക്ക് പോകാം. ഇംതിയാസ്, നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധമാണ്. വളരെ സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം. ഇപ്പോൾ എങ്ങനെയാണ് ഈ ദൗത്യം മുന്നോട്ട് പോകുന്നത്? ഏതൊക്കെ നിലയിലാണ് ഈ കടുവയെ പിടികൂടാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്? ദിവിഷ് മണി, ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നലെ രാത്രി തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള RRT ആണ് ഇതിൻ്റെ ദൗത്യമൊക്കെ നിർവഹിക്കുന്നത്. ക്യാമറകളെല്ലാം വെച്ച് ആ ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നുമുണ്ട്. ഇപ്പോൾ എന്നോടൊപ്പം ഡോക്ടർ അരുൺ സക്കറിയെ തന്നെ ചേരുന്നുമുണ്ട്. ദൗത്യം നമ്മൾ നിലവിൽ ആരംഭിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? എങ്ങനെയാണ് തുടങ്ങിയിട്ടുണ്ട്? ഇപ്പോൾ നമ്മളിപ്പം ആദ്യം നമ്മൾ എവിഡൻസ് എടുക്കുക ചെയ്യുക, അതായത് ടൈഗറിൻ്റെ പ്രസൻസ് എവിടെ ഉണ്ട് എന്നുള്ളതാണ് ചെയ്യുക. പല രീതി ഉപയോഗിക്കും. ഒന്ന് നമ്മൾ ക്യാമറ ട്രാപ്പ് വെക്കും, അത് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും, അത് മാറ്റും. പിന്നെ ബാക്കിയുള്ള എവിഡൻസ്, അതായത് ചവിട്ട്, കാഷ്ടം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി അതിൻ്റെ മൂവ്മെൻറ്റ് കണ്ട് ഇതിനെ നമ്മൾ നാരോ ഡൗൺ ചെയ്യും. എവിടേക്കാണ് വരാൻ കൂടുതൽ പോസിബിലിറ്റി ഉള്ള സ്ഥലം നാരോ ഡൗൺ ചെയ്ത് അവിടേക്ക് നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ 3 ടീം ഇറങ്ങിയിട്ടുണ്ട്. ഓൾറെഡി പെരാമ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്, നമ്മൾ എവിഡൻസ് നോക്കുന്നുണ്ട്, തെർമൽ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് ക്യാമറ ട്രാപ്പ് ഫസ്റ്റ് ഇന്നലെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഇത് ഫുൾ സ്റ്റേജിലേക്ക് നമ്മൾ ക്യാമറ ട്രാപ്പ് ഡിപ്ലോയ്മെൻറ്റ് നടക്കുകയാണ്. അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് മോണിറ്റർ ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റുള്ളൂ. നിലവിൽ സ്ഥാപിച്ച ക്യാമറകളിൽ ഏതെങ്കിലും തരത്തിൽ ദൃശ്യം കണ്ടെത്തിയിട്ടുണ്ട്? എന്തെങ്കിലും സാന്നിധ്യം? ഇല്ല ഇതുവരെ. ദൃശ്യം കണ്ടെത്തിയാൽ മാത്രമാണോ നമുക്ക് ആനയെ അങ്ങോട്ടേക്ക് കയറ്റാൻ പറ്റുക? നമ്മൾ ഞാൻ പറഞ്ഞില്ല, ഇത് നമ്മൾ എവിടെയാണ് ഇതിൻ്റെ ഹൈഡിങ് പ്ലേസ് നമ്മൾ കണ്ടെത്തിയിട്ട് അവിടേക്കാണ് നമ്മൾ എലഫൻറ്റുമായിട്ട് പോവുക. അല്ലാണ്ട് നമുക്ക് റാൻഡമായിട്ട് പോയിട്ട് കാര്യമില്ല. ഓക്കെ, വെറുതെ നമ്മൾ കാട്ടിൽ നടന്നിട്ട് കാര്യമില്ല. ഇത് എവിടെയാണ് ഒളിച്ചിരിക്കുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ എപ്പോഴും ഒരു കടുവയ്ക്ക് ഒരു ഹൈഡ് ഔട്ട് പ്ലേസ് ഉണ്ടാവും. അത് ആക്റ്റീവ് ഇല്ലാത്ത സമയത്ത് ഉണ്ടാവും. ആ സ്ഥലത്തേക്ക് നമ്മൾ കയറുക, അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അതിനുശേഷം നമ്മളത് ചെയ്യാന്നുള്ള ഒറ്റ കാര്യം കൂടെ. അപ്പോൾ ഈ കൂട് വെച്ച് പിടികൂടുക എന്നുള്ളതാണ് ഒരു ദൗത്യം. അത് പരാജയപ്പെട്ടാൽ മാത്രമാണോ മയക്കുവേടിയിലേക്ക് കടക്കുക? എങ്ങനെയാണ് അതിൻ്റെ? അല്ല, ഇത് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് കൂട് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ എവിഡൻസ് ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂട് വെക്കും. അതൊരു റാൻഡം ചാൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി ഡയറക്റ്റ് എന്താ നമ്മൾ പെരാമ്പുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കാട്ടിൽ കയറിയിട്ട് നമ്മൾ മയക്കോടി വെക്കുന്ന ഒരു വഴിയാണ്. ഓക്കെ, ഇതെല്ലാം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട്. അല്ലാണ്ട് ഒരൊറ്റ പരിപാടിക്കല്ല ചെയ്യുന്നത്, പല ചാൻസസ് ആയിട്ട് നമ്മൾ നോക്കുക ചെയ്യും. ഓക്കെ, താങ്ക് യു. അരുൺ സക്കറിയയാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസിനോട് സംസാരിച്ചത്. അദ്ദേഹം പറയുന്നതനുസരിച്ച് നിലവിൽ 20ഓളം ക്യാമറകൾ ഇന്നലെ തന്നെ സ്ഥാപിച്ചിരുന്നു. കൂടുതൽ ക്യാമറകൾ ഇന്ന് പ്രദേശത്ത് സ്ഥാപിക്കാനുമാണ് നീക്കം നടത്തുന്നത്. എന്തായാലും ദൗത്യം പുരോഗമിക്കട്ടെ. നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമമാണ് നടക്കുന്നത്.